വിയുവിൻ്റെ 50-ഇഞ്ച് ടി വി ആണ്. സ്മാർട്ട് ടി വി സെറ്റ് ഓണായി. ബാക്ക് ലൈറ്റ് ഉണ്ട്, പക്ഷേ പിക്ചറില്ല, നോ പിക്ചറാണ് കണ്ടീഷൻ. ടച്ച് ചെയ്ത് പറയാം, ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചറുണ്ട്. സൗണ്ട് ഉണ്ടെന്നാണ് സ്റ്റോർ പറഞ്ഞത്, പക്ഷേ നോ പിക്ചറാണ് സ്ക്രീൻ. $126 50-ഇഞ്ച്. ഈ മോഡൽ നമ്പർ 50QDV എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കവർ ഒന്ന് കഴിക്കാം നമുക്ക്. ബാക്ക് കവർ അഴിച്ചു. നമുക്ക് സ്റ്റാൻഡ് ബൈ ബട്ടൺ റിലീസ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡ് ബൈ ബട്ടൺ റിലീസ് ചെയ്തു. ബാക്ക് ലൈറ്റ് ഓണായി. ബാക്ക് ലൈറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ പവർ സപ്ലൈയുടെ ഈ വരച്ചേക്കണതിൻ്റെ ഇപ്പുറത്തെ ഏരിയ ഹോട്ട് എന്ന് ഇവിടെ എഴുതിയാണ്. ഹോട്ടിന് ഇപ്പുറത്തേക്ക് നമ്മൾ ഗ്രൗണ്ട് കോമൺ ആയിട്ട് വെച്ചിട്ട് ഇപ്പുറത്തേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ടെക്നീഷ്യന്മാരല്ലാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറയണേ. ടെക്നീഷ്യന്മാർക്ക് അറിയാം. ഇതിന് ഇപ്പുറത്ത് കോമൺ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് വോൾട്ടേജുകൾ ചെക്ക് ചെയ്യാൻ പാടില്ല. ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്, അതിൻ്റെ സപ്ലൈ എത്രയാണ് കറക്റ്റ് നമുക്കൊന്ന് മെഷർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അത് 183 വോൾട്ട് ആണ് വരുന്നത്. 183 വോൾട്ട് വരുന്നുണ്ട്. ഇതിൽ വരുന്ന പാനൽ ഇത് കണ്ടില്ലേ, പാനലിൻ്റെ നമ്പർ ഹൈസെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. HD 500K KU 54 എന്ന് പറഞ്ഞ മോഡലാണ്. TCLലും ഹൈസെൻസിലൊക്കെ വരുന്ന സെയിം 50-ഇഞ്ചിൻ്റെ പാനൽ തന്നെയാണ് ഇതിലും വരണേ. അപ്പോൾ സൗണ്ട് ഉണ്ട്, ബോർഡ് വർക്കിംഗ് ആണ്, ഓപ്റ്റിക്കലിൻ്റെയൊക്കെ ലൈൻ ഔട്ട് ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് വരുന്നൊരു പോയിൻ്റാണ് ഇത്. ഇവിടെ ഒരു 12 വോൾട്ട് പാനൽ സപ്ലൈ DC to DC IC ഇതിലേക്ക് വരണം. ഇവിടെ ഒരു 12 വോൾട്ട് ഉണ്ട്. ഇവിടെ DC to DC സെക്ഷൻ. ഇവിടെ ഒരു 12 വോൾട്ട് വരുന്നത് ലെവൽ ഷിഫ്റ്റർ IC ആണ്. ഇത് ലെവൽ ഷിഫ്റ്റർ IC എന്ന് പറയും. ഇവിടെ ഒരു 12 വോൾട്ട് വരണം. ആ 12 വോൾട്ട് മിസ്സിങ് ആണ്. അപ്പോൾ ഈ ബോർഡിൽ ഒന്നുകിൽ ഈ സെക്ഷനിൽ ലെവൽ ഷിഫ്റ്റർ IC ഷോർട്ട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എവിടെയോ ഷോർട്ട് ഉണ്ട്. അപ്പോൾ ഈ ബോർഡാണ് കംപ്ലൈൻറ്റ്. ചിപ്പ് ലെവലിൽ ഏത് കപ്പാസിറ്ററാണ് ഷോർട്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. മറ്റു വോൾട്ടേജുകളൊക്കെ ഉണ്ട്. 3.3. ഈ ലെവൽ ഷിഫ്റ്റർ ICയുടെ ലൈൻ ഷോർട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഇതിൽ മറ്റേ VGL VGH വോൾട്ടേജുകളൊന്നും വരുന്നില്ല. ഇവിടെ C685 697 ഇത് 12 വോൾട്ട് വരുന്ന ലെവൽ ഷിഫ്റ്റർ ICക്ക് 12 വോൾട്ട് സപ്ലൈ വരുന്ന ലൈനാണ്. അത് ലൈനിൽ ഷോർട്ട് ഉണ്ട്. 200 ഓംസാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് മറ്റ് സപ്ലൈകളൊന്നും വരില്ല. VGLും VGH സപ്ലൈ ഒന്നും DC to DC ICന്ന് ഔട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ കപ്പാസിറ്ററുകളൊന്നും മാറ്റി നോക്കിയിട്ട് 12 വോൾട്ട് വന്നതിന് ശേഷം ബാക്കി വോൾട്ടേജുകൾ ചെക്ക് ചെയ്യാം. ഈ കപ്പാസിറ്റർ ഇവിടെ നിന്ന് അടിച്ചെടുത്ത ആ കപ്പാസിറ്ററാണ്, ഡിസ്ക് കപ്പാസിറ്ററാണ്. അത് ഈ ഓംസ് റേഞ്ചിൽ കിട്ടുന്നത് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ കാണിച്ചു തരാം. 162 ഓംസ് ആണ് ഇതിൽ കാണിക്കുന്നത്. ഇത് ഷോർട്ടാണ്. ഇത് മാറ്റിയതിന് ശേഷം ഉള്ള വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഡിസ്കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷമുള്ളത്.
ഓണായി, ബാക്ക് ലൈറ്റ് വന്നു. ഇനി ഇവിടുത്തെ സപ്ലൈ വോൾട്ടേജിൽ നോക്കാം. വന്നു. പതിനാല് വോൾട്ട് വന്നു ഇവിടെ. പതിനാലല്ല, 25 വോൾട്ട് ഉണ്ട്. വോൾട്ട് ഉണ്ട്. VGH വോൾട്ട് നമുക്ക് നിൽക്കുക. VGL -7.9, VGH 25 വോൾട്ട്. സപ്ലൈകളെല്ലാം കറക്റ്റായി. 25 വോൾട്ട് VGH ലൈനുള്ള കപ്പാസിറ്ററാണ് ഷോർട്ട് ഉണ്ടായിരുന്നത്. റിമൂവ് ചെയ്ത് വോൾട്ടേജുകളെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് ഓൺ ചെയ്ത് അതെ സെറ്റ് വന്നിട്ടുണ്ട്. നോ സിഗ്നൽ സെറ്റ് ഓക്കെ ഉണ്ട്. അപ്പോൾ കപ്പാസിറ്ററാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, സെറ്റ് ഓക്കെ ഉണ്ട്. കപ്പാസിറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് റിമൂവ് ചെയ്തപ്പോൾ എല്ലാ വോൾട്ടേജുകളും വന്നിട്ടുണ്ട്. പാനൽ വോൾട്ടേജുകളെല്ലാം വന്നു. 50 ഇഞ്ച് മോഡലിൽ കോമൺ ആയിട്ട് വരുന്ന കംപ്ലൈൻ്റ് ആണ്.